വീഡിയോയിൽ നമ്മൾ മാത്സ് ചാപ്റ്റർ 8 സോളിഡ്സിൻ്റെ പാർട്ട് 3 ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യം കോൺ അഥവാ വൃത്തസ്തൂപികനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇതിൽ കോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഒരു പിരമിഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞത് ഒരു സർക്കുലർ ബേസ് ആയിരിക്കും. അപ്പോൾ പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് സർക്കുലർ ബേസ് ആർ കോൾഡ് കോൺ. അതുപോലെ തന്നെ കോണിന് ഒരു ബേസ് റേഡിയസ് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഉണ്ടായിരിക്കും, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഈ 12 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്ന് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി, അതായത് ഒരു സെക്ടർ, ചെറിയൊരു സെക്ടർ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, ഈസ് കട്ട് ഔട്ട്, നമ്മൾ മുറിച്ചെടുത്തു. അത് റോൾ ചെയ്തിട്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കി. വാട്ട് ആർ ദ സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ബേസ് റേഡിയസ് ഓഫ് ദിസ് കോൺ? അപ്പോൾ ഉണ്ടാക്കിയ പുതിയ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ബേസ് റേഡിയസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ എടുത്ത് എഴുതാം. റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സർക്കിളിൽ നിന്നാണ് ഒരു സെക്ടർ മുറിച്ചെടുത്തിട്ട് നമ്മൾ കോൺ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും റേഡിയസ് ഓഫ് സർക്കിളും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഹിൻറ്റ്. അതായത് ഏത് സർക്കിളിൽ നിന്നാണോ ഈ സെക്ടർ മുറിച്ചെടുക്കുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഹിൻ്റാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസും ഈ സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ മുറിച്ചെടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തിട്ടൊരു കോൺ ഉണ്ടാക്കി, ആ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഇവിടെ നിന്ന് കിട്ടി. വാട്ട് ആർ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടി. അടുത്തത് നമ്മളോട് ബേസ് റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഉണ്ട്. ഇവിടെ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ divided by central angle of the circle is equal to base radius of the cone. Base radius of cone divided by radius of the circle. ഈ ഒരു ഫോർമുല കാണാപ്പാഠം പഠിക്കണം. സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ബേസ് റേഡിയസ് കണക്ട് ചെയ്യുന്നൊരു ഫോർമുലയാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ഡിവൈഡഡ് ബൈ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സർക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ബേസ് റേഡിയസ് ഓഫ് ദ കോൺ ഡിവൈഡഡ് ബൈ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ, ഒരു ചെറിയ സെക്ടർ മുറിച്ചെടുത്തു നമ്മൾ പറഞ്ഞു. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞത് 45 ഡിഗ്രിയാണ്. ഇനി സെൻട്രൽ ആംഗിൾ ഓഫ് ദ സർക്കിൾ, ആ സർക്കിളിലെ മൊത്തം സെൻട്രൽ ആംഗിൾ, അതൊരു ബേസിക് ആയിട്ടൊരു കാര്യമാണ്, നമുക്കറിയാം 360 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. ഇത് മാറില്ല. സെൻട്രൽ ആംഗിൾ ഓഫ് ദ സർക്കിൾ എപ്പോഴും 360 ഡിഗ്രിയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ. അത് നമുക്ക് കണ്ടുപിടിക്കണം. ബേസ് റേഡിയസ് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ദ സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 12 ആണ്. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്കിവിടെ 1/8 എന്ന് കിട്ടും. 1/8 ഇവിടെ നിർത്തി. ഇനി 12 ഇപ്പുറത്തോട്ട് കൊണ്ടു. ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. ഈസ് ഈക്വൽ ടു ബേസ് റേഡിയസ്. അപ്പോൾ എത്ര വരും? 3/2. അതായത് ബേസ് റേഡിയസ് എന്ന് പറഞ്ഞത് 1.5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ, ഉണ്ടാക്കിയ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞത് റേഡിയസ് ഓഫ് ദ സർക്കിളിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോർമുല പഠിച്ചിരിക്കുക, കണക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇതൊരു ടോപ്പിക്കാണ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. ഒരു കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഫോർമുല ഉണ്ട്. കേർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ, അഥവാ πr/l. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറഞ്ഞത് πr/l. ഇതിൽ r എന്ന് പറഞ്ഞ് നമുക്കറിയാം എന്താണ്? ബേസ് റേഡിയസിനെയാണ് നമ്മൾ r എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. ഇതും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ കേർവ്ഡ് സർഫേസ് ഓഫ് എ കോൺ? അഥവാ കേർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെ പറഞ്ഞാൽ ഈക്വൽ ആണ് ഓഫ് ബേസ് റേഡിയസ്. കോണിൻ്റെ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 25 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കേർവ്ഡ് സർഫേസ് ഓഫ് ദ
കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറയുന്നത് ഷോർട്ടാക്കി എഴുതിയെന്നുള്ളൂ കേട്ടോ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞത് എത്രയാണ്? 12 ഇൻറ്റു എൽ എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ് 25. 12 ഇൻറ്റു 25 എത്രയാണ്? 300 പൈ സെൻറ്റിമീറ്റർ. നമുക്ക് തന്നേക്കുന്നത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. എടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം ഓഫ് എ കോൺ. ഒരു കോണിൻ്റെ വോളിയം നമ്മൾ കേർവ്ഡ് സർഫസ് ഏരിയ പഠിച്ചു, അതുപോലെ തന്നെ കോണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് വോളിയം അഥവാ വ്യാപ്തം. ഒരു കോണിൻ്റെ വോളിയത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഈ ഒരു ഫോർമുല കാണാപ്പാടം പഠിക്കണം. ഈ ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും? ബേസ് റേഡിയസ് ആയിരിക്കും. അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആയിരിക്കും. കോണിൻ്റെ ഹൈറ്റ് ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു കോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ബേസ് റേഡിയസ്. ഈ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നതാണ് എച്ച് അഥവാ ഹൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗമാണ് എൽ അഥവാ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റ് വേണം. അപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുല പഠിക്കുക, ആറും എച്ചും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 15 സെൻറ്റിമീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റർ. ഒരു സിലിണ്ട്രിക്കൽ ബ്ലോക്കിൻ്റെ ബേസ് റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉയരം ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ? ഇതിൽ നിന്ന് ചെത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിൻ്റെ ബേസ് റേഡിയസ് എത്രയായിരിക്കും? 15 ആയിരിക്കും, ഹൈറ്റ് 40 ആയിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ കോൺ നമുക്ക് ഇതിന് ചെത്തിയെടുക്കാൻ പറ്റുന്നത് ഈ ബേസ് റേഡിയസ് 15 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്ററും ഹൈറ്റ് 40 സെൻറ്റിമീറ്ററുള്ള ഒരു കോൺ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ പോലെ നമുക്കിതിൻ്റെ ബേസ് റേഡിയസ് ആർ എന്ന് പറയുന്നത് 15ഉം എച്ച് എന്ന് പറഞ്ഞത് 40 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞതിൻ്റെ ഫോർമുല 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 40. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 15 ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമുക്ക് 3000 പൈ. ഇനി വോളിയം എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യൂബിക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ നോക്കുക. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. പൈനെ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, അങ്ങനെ തന്നെ ഇടാം. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് 3ഉം 15ഉം വെട്ടി ചെറുതാക്കി 5 ഇൻറ്റു 15 ഇൻറ്റു 40 3000. ബാക്കി പൈ ഇവിടെ എഴുതി ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.